എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഇറങ്ങിയ ഒരു മലയാളം ഹൊറർ കോമഡി ചിത്രമാണ് ഹലോ മമ്മി. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഈ സിനിമയിൽ. ജഗദീഷും ജോണി ആൻ്റണിയും മറ്റ് ആക്ടേഴ്സും ഇതിലുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ഹൊറർ കോമഡി ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഒരു പ്രേത സിനിമയാണ്, പക്ഷേ കോമഡി ആയിട്ടാണിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അധികം സ്പോയിലറൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ സിനിമ വളരെയധികം പൊട്ടൻഷ്യലുള്ള നല്ല രീതിയിൽ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ thoroughly എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. പഴയകാല ദിലീപ് സിനിമയൊക്കെ ഒരു ഫീല് വന്നിരുന്നു. ഷറഫുദ്ദീൻ നല്ലോണം കോമഡി ഫസ്റ്റ് ഹാഫിൽ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ റോളും ഉണ്ട്, പക്ഷേ പുള്ളിക്കാരിക്ക് അധികം വർക്ക് ചെയ്യാൻ റോളിനൊരു ലിമിറ്റേഷനുള്ള റോളാണ്. സ്ക്രീൻ ടൈം ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് റോളാണ്. അപ്പം നല്ല രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പിന്നെ അങ്ങോട്ട് ഇച്ചിരി താഴെ തന്നെ മാറി അങ്ങോട്ടൊക്കെ പോയി. സെക്കൻഡ് ഹാഫ് എൻഡ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. അപ്പം പിന്നെ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് അത്ര ക്രക്സായിട്ട് നമുക്ക് തോന്നത്തില്ല. കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മോർ ദാൻ ദ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമ ആക്ച്വലി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. ഓവറോൾ കൊള്ളാം, ഒരു തവണ കണ്ടിരിക്കാൻ കൊള്ളാം, ചിരിക്കാനുണ്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫ് നല്ലോണം ചിരിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സിനിമ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയാണ് ഞാൻ ഈ സിനിമയുടെ സ്പോയിലർ അല്ലാത്ത ഭാഗം പറയുന്നത്. ഇനിയും പറയുന്നതിൽ കുറച്ച് സ്പോയിലേഴ്സ് കാണും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ ഒരു അത്യാവശ്യം റെസ്പോൺസിബിളായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. അയാളുടെ ഫാമിലി വെൽ ഓഫാണ്. ജോണി ആൻ്റണി ഒക്കെയാണ് അച്ഛനായിട്ട് വരുന്നത്. സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഷറഫുദ്ദീന് ഒരു വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പെണ്ണ് നോക്കാൻ തുടങ്ങുകയും അതിൽ ഐശ്വര്യലക്ഷ്മി കണ്ടുമുട്ടുകയും ഐശ്വര്യലക്ഷ്മിയായിട്ട് ഇഷ്ടപ്പെടുകയും അവർ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ തന്നെ ഇത് ഒരു കല്യാണം മാട്രിമോണിയലായിട്ടാണ് തുടങ്ങുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഐശ്വര്യലക്ഷ്മി ഷറഫുദ്ദീനോട് പറയും. ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ മരിച്ചതാണ്, പക്ഷേ ഇപ്പോഴും ആത്മാവായിട്ട് ഐശ്വര്യലക്ഷ്മിയുടെ കൂടെ ഉണ്ട് എന്ന്. പക്ഷേ ഷറഫുദ്ദീൻ അത് ആ പെൺകുട്ടിയുടെ എന്തോ ഒരു ഹാലുസിനേഷൻ എന്ന രീതിയിൽ അങ്ങ് തള്ളിക്കളയത്തേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒരു ഗോസ്റ്റായിട്ട് അമ്മയുണ്ടായിരുന്നു. ഇവർ വിവാഹം കഴിക്കുന്നതും അന്നു മുതൽ ഈ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് അമ്മമാരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു ഗോസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമിസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ആസ്പെക്റ്റ് നല്ല കോമഡി ആയിട്ട് ഉണ്ട്. ഞാൻ ചിരിച്ചു. നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, അധികം ചിന്തിക്കാനൊന്നും പോകരുത്. എങ്കിൽ ആ ഒരു ആസ്പെക്റ്റ് നല്ലോണം ചിരിക്കാനുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജഗദീഷാണ് ഈ ഗോസ്റ്റിൻ്റെ ഭർത്താവായിട്ട്. അപ്പോൾ ഈ ജഗദീഷും ഗോസ്റ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വളരെ രസമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രേതം അല്ലെങ്കിൽ ഈ ഗോസ്റ്റായിട്ടുള്ള അമ്മയെ കാണിക്കുന്നതേ ഇല്ല. അപ്പോൾ ആ അമ്മയുടെ ശബ്ദമോ കാണിയോ ഫോട്ടോയോ ഒന്നുമില്ല. ആ അമ്മ ഒരു പ്രസൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു കൗതുകം വരും. ആരാണ് ഈ അമ്മ. ഞാൻ അവസാനം വിചാരിച്ചാൽ ഇനി റിവീൽ ചെയ്യുമായിരിക്കും അവസാനം ഏത് നടിയായിരുന്നു, അല്ലെങ്കിൽ എന്നുവെച്ചാൽ ആ ഒരു നമുക്ക് പരിചിതമായ ആരെങ്കിലും ആയിരിക്കും കാണിക്കുമോ എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാണിച്ചില്ല. അത് നല്ലതായി, അത് കൊള്ളത്തില്ലെന്നല്ല, വളരെ നല്ലതായിരുന്നു. എന്നിട്ട് ഇവർ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. ഈ അമ്മ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. ഇപ്പം മോളെ ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഉടനെ അമ്മ ഇവനെ എടുത്തിട്ട് ചാമ്പും, ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിനെ. അപ്പം അല്ലെങ്കിൽ മോക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ആ റൂൾസ് ഒക്കെ പാലിക്കാതിരിക്കുകയൊക്കെ ആണെങ്കിലൊക്കെ പുള്ളിക്കാരി ഇച്ചിരി ഇമ്മച്ചുറായിട്ട് ബിഹേവ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഒരു ടോക്സിക് പേരൻ്റാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അത് നല്ല കോമഡി ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല VFX ആണ്. VFX അത്യാവശ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഒറിജിനൽ അല്ല എന്ന് തോന്നും. പക്ഷേ ആ സിനിമ ലൈറ്റ് ചെയ്തിരിക്കുന്നതും അതെടുത്തിരിക്കുന്നതും ഒരു കാർട്ടൂണി ഫീൽ ആയതുകൊണ്ട് നമ്മളത് അത് വിട്ടുകളയും. ഈവൻ ഈ വിഷ്വൽ എഫക്ട്സിൽ വരുന്ന ലാക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ല. കാരണം നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തില്ല. ആസ് എ കാർട്ടൂണി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓവറോൾ അതൊരു എടുത്ത് നിൽക്കുന്ന പോലെ തോന്നത്തില്ല. ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റാണ് ഫിലിം മേക്കിങ്ങിൽ എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഒരു ചെറിയൊരു ഓഫ് ടോപ്പിക് എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിനിമകളെടുത്താൽ ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്ക, ഫസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു ബ്ലൂ ടിൻ്റാണ്.
അതേസമയം നമ്മൾ അയൺമാൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു വാം റെഡും യെല്ലോയും ടിൻ്റാണ്. അതുകൊണ്ട് അതിനകത്തെ കഥാപാത്രങ്ങളുടെ ഡ്രസ്സും ഒക്കെ റെഡ് വരുമ്പോഴും VFX വരുമ്പോഴും ഒക്കെ ആ കളർ പാലറ്റിൽ തന്നെ അത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം അവഞ്ചേഴ്സ് വന്നപ്പോഴും അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ വന്നപ്പം ഈ പല ടിൻറ്റിലുള്ള ഡ്രസ്സുള്ള കോസ്റ്റ്യൂംസ് ഉള്ള ആൾക്കാർ ഒന്നിച്ച് വരുമ്പം അതിൻ്റെ വിഷ്വലി വളരെ ബോറായിട്ട് മാറുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ഭയങ്കര അടിപൊളി ഒരു സിനിമയാണ്, പക്ഷേ അതിൻ്റെ വിഷ്വൽ ആസ്പെക്റ്റ് വളരെ മോശമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് VFX ഒക്കെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചാണ് ഈ ഹലോ മമ്മി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വിഷ്വലി നമുക്ക് വളരെ കൊഹിസീവായിട്ട് തോന്നും. ഫുൾ സിനിമ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, നമുക്കൊന്നും എടുത്ത് നിൽക്കുന്നത് പോലെ ഫസ്റ്റ് ഹാഫിലൊന്നും തോന്നില്ല. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഈ സിനിമ അങ്ങ് കൈവിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പ്രധാന പ്രശ്നം വരുന്നത് ഇതിനകത്ത് വില്ലനാണ്. വളരെ ക്ലീഷേ, നമ്മൾ ഈ ബാലരമയിലൊക്കെ വായിക്കുന്ന പോലത്തെ വില്ലനാണ്. ഒട്ടും അഭിനയം കൊള്ളത്തില്ല. അത് സണ്ണി ഹിന്ദുജ എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത്. അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് പരബോർ ആക്ടിങ് ആണ്, പക്ഷെ അദ്ദേഹം ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസിനകത്തുള്ള നടനാണ്. അതിനകത്ത് അടിപൊളിയായിരുന്നു. അപ്പം അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, എന്താണെന്നറിയത്തില്ല, ഹിന്ദി നടന്മാർ മലയാളത്തിൽ വരുന്നത്, ഇംഗ്ലീഷ് നടന്മാർ ഹിന്ദി വരുന്ന കൂട്ടാണ്. അവരുടെ അഭിനയം അവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ എന്തായാലും വില്ലന്മാർ വരുന്നതും പിന്നെ പ്രേതത്തിൻ്റെ ശക്തി എടുക്കാൻ വേണ്ടി വരുന്ന വില്ലന്മാരായിട്ടാണ് കാണിക്കുന്നത്. അതൊക്കെ ബോറാണ്. ഈ പ്രേതത്തിനെ തിളയ്ക്കാൻ വേണ്ടി ബിന്ദുപ്പണിക്കൊരു മന്ത്രവാദിനിയായിട്ട് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളായിരുന്നു. അവസാനമൊക്കെ കുറച്ച് കോമഡി ബിന്ദുപ്പണിക്കരെ കൊണ്ടുണ്ട്, പക്ഷെ അത് ഒട്ടും ഏറ്റില്ല. സീരിയസ് സീൻ്റെ അകത്തൊക്കെ കോമഡി കൊണ്ടുവരുമ്പം അഗെയിൻ മാർവൽ സിനിമകളിലുള്ളൊരു പ്രോബ്ലമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോമഡി പറഞ്ഞ് അത് ലൈറ്റാക്കാൻ നോക്കും. അത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഓവറോൾ സിനിമ വൺ ടൈം വാച്ചാണ്. ഫസ്റ്റ് ഹാഫ് എന്തായാലും കാണണം. നമ്മളിപ്പോൾ TV-യിലൊക്കെ അത് കാണുകയാണെങ്കിൽ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഫസ്റ്റ് ഹാഫാണ്. ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. എന്നാലും ഓവറോൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ. സിനിമ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിനിമകളൊക്കെ താല്പര്യമുള്ള ഹൊറർ കോമഡി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എന്നാലും റിവ്യൂ കേട്ടതിന് ഒത്തിരി നന്ദി, സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. എല്ലാവർക്കും അവസാനമായി നന്ദി, നമസ്കാരം.